പാഠം 1079 ഒരു മധ്യസ്ഥന്റെ കഥ. നമസ്കാരം സർ, ഞാൻ സാറിനെ കാണാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. എന്താ കാര്യം? ഒരു വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാനാ. വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. വില്ലേജ് ഓഫീസർ വീട്ടിൽ നിന്നല്ല. അപേക്ഷ വില്ലേജ് ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. സാറേ നമസ്കാരമുണ്ട്. സാറേ സാറേ സാറത് നേരത്തെ ആണല്ലോ, എന്ത് പറ്റി? ഞാൻ നേരത്തെ ആണെങ്കിൽ അതിനുള്ള കാരണം ഉത്തമനോട് പറയണമെന്നുണ്ടോ? ഇല്ല സാറേ. അല്ല, വക്കീല് വീട്ടിലല്ലേ സാറേ? ഉണ്ടെങ്കിൽ ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ ഒരു കേസിന്റെ കാര്യത്തിനെ. കേസ് ജയിക്കണമെന്നുണ്ടെങ്കിൽ ജോലി അറിയാവുന്ന ഏതെങ്കിലും വക്കീലന്മാരെ കാണുന്നതാണ് നല്ലത്. ആ വക്കീലിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. സാറ് നല്ല ദേഷ്യത്തിലാണല്ലോ. വക്കീലുമായിട്ട് എന്തോ വഴക്കുണ്ടാക്കിയെന്നുള്ള കാര്യം ഉറപ്പാ. എങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കും ഉത്തമ? ഭർത്താവിന്റെ കാര്യത്തിൽ ഭാര്യയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ഭർത്താവിന് എന്ത് ഉത്തമ? ഒന്നുമില്ലെങ്കിലും ഞാൻ ഉത്തരവാദിത്തമുള്ള ഒരു വില്ലേജ് ഓഫീസറാണ്. എന്താണ് സാറേ പ്രശ്നം? അത് പറയേ. രാവിലെ ആഫീസിൽ പോകാൻ തയ്യാറായി ഞാൻ അടുക്കള ചെന്നപ്പോ എന്റെ കാര്യം മറന്ന് അവൾ വേറെന്തൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. ആ ഭാമേ, എനിക്ക് ഇറങ്ങാൻ നേരമായി. കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കേ. അതെ, ഇഡ്ഡലി ആ പാത്രത്തിൽ ഇരിപ്പുണ്ട്, പ്ലേറ്റ് അതായിരിക്കുന്നു, സാമ്പാർ ആ പാത്രത്തിലുണ്ട്, എടുത്തു കഴിച്ചു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്കിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന്. അതിനു മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനോടത് അറിയാമോ? ഇന്നൊരു ദിവസത്തേക്ക് മോനോട് തന്നെ എടുത്തു കഴിക്കേ. നേരത്തെ പോകണമെന്ന് നിനക്ക് ഇന്നലെ അറിയാമായിരുന്നല്ലോ. അപ്പോ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുതേക്കണമായിരുന്നു. ഞാൻ നേരത്തെ എഴുന്നേക്കേണ്ട കാര്യം എന്താണ്? അതിന് എളുപ്പമല്ലേ മോനോട് തന്നെ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത്. അത് എവിടുത്തെ മര്യാദയാ? ഇന്ന് ഇതാണ് ഇവിടുത്തെ മര്യാദ. മോനോട് സൗകര്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ കഴിക്കാതെ ഒന്ന് പൊയ്ക്കോ. തീർന്നല്ല പ്രശ്നം. എന്താണ്? ഭക്ഷണം ഉണ്ടാക്കി തരാൻ എനിക്ക് പറ്റുള്ളൂ. അത് വിളമ്പി തരാനോ വാരി തരാനോ ഇപ്പൊ എനിക്ക് നേരമില്ല. വേണമെങ്കിൽ മോൻ്റെ അടുത്ത് കഴിക്കേ. അപ്പൊ അതാണ് കാര്യം. എന്നിട്ട് സാർ എന്ത് പറഞ്ഞു? സൗകര്യം ഉണ്ടാക്കി തിന്നാ മതി എന്ന് പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചാ ആരെങ്കിലും കഴിക്കും ഉത്തമ? ഞാൻ കഴിച്ചില്ലേ. പോകുന്ന ഞാൻ കൃഷ്ണൻകുട്ടി ജാഗ്രത കഴിച്ചോളാം. ശരി സാറേ. കഷ്ടം. വലിയ പഠിപ്പും വലിയ ഉദ്യോഗം ഉണ്ടായിട്ട് എന്തോന്ന് കാര്യം? നിസ്സാര കാര്യങ്ങൾ പരിഹരിക്കാൻ അറിഞ്ഞൂടാ. വലിയ വില്ലേജ് ഓഫീസറാണ്. നമസ്കാരം വക്കീലേ. നമസ്കാരം. ഇന്നത്തെ വക്കീല് നേരത്തെ ഇറങ്ങിയ? രാജേന്ദ്രന്റെ കേസിന്റെ വിസ്താരം നാളെ തുടങ്ങുക. സാക്ഷികളൊന്നും ഇതുവരെ കണ്ടൊന്നും സംസാരിക്കാൻ പറ്റിട്ടില്ല. ഇന്നൊരു ദിവസം ആകെ ബാക്കിയുള്ളേ. ഉത്തമത്തെ രാവിലെ. അല്ല, വക്കീല് തിരക്കാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഞാൻ വന്ന് കണ്ടോളാം. ആ കേസും കുട്ടിയുടെ കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ വൈകിട്ടൊന്ന് കണ്ടോളാം. എന്നാ പിന്നെ അതാ ഉത്തമം നല്ലത്. ഇപ്പൊ സംസാരിച്ചോണ്ടല്ലേ ഞാൻ നീയും വൈകും. വക്കീല് നേരത്തെ പോകുന്നത് സാറ് പറഞ്ഞു. പക്ഷെ ഇത്ര നേരത്തെ ഇറങ്ങുമെന്ന് ഞാൻ കരുതിയില്ല. ഓ, സാറിനെ കണ്ടായിരുന്നോ? ഓ, കണ്ടു. രാവിലെ തന്നെ നിങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായെന്ന് പറയുകയും ചെയ്തു. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലോട്ടാണ് സാറ് പോയിരിക്കുന്നത്. കഴിക്കാനുള്ളത് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉത്തമ. പക്ഷെ വാശി എനിക്ക് വരെ തോന്നുന്ന കാണിക്കട്ടെ ഞാനും കരുതി. അല്ല, സൗകര്യം ഉണ്ടെങ്കിൽ കഴിച്ചാ മതി എന്ന് വക്കീല് പറഞ്ഞതാണ് സാറിന് പ്രയാസം ഉണ്ടാക്കിയത്. പെട്ടെന്ന് അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമല്ലോ. ഓ, അപ്പൊ കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചു. അല്ല, സാറിനെങ്ങനെ കണ്ടപ്പോ അടുക്കള വെച്ച് അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അത് കഴിഞ്ഞ് ഞാനൊരു പരിഹാരം കണ്ടല്ലോ ഉത്തമ. പരിഹാരം കണ്ട? ആ, ഞാനൊരു അത്യാവശ്യ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വില്ലേജ് ഓഫീസർ കൊടയം ബാഗ് കൊടുത്ത് അങ്ങ് പോകാൻ ഇറങ്ങിയത്. എല്ലാ ദിവസവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങോട്ട് തന്നെ. ഭക്ഷണം കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ട. എന്ന് വെച്ചാ എനിക്ക് വേണ്ടാന്ന്? എന്തൊരു കഷ്ടം എന്റെ മോഹനട്ടാ. ഞാൻ ആ പറഞ്ഞാണോ ഈ വഴക്കുണ്ടാക്കി പോന്നേ? എനിക്ക് സമയമില്ലാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഒരു ദിവസം മോഹനട്ടൻ തന്നെ എടുത്ത് കഴിച്ചാൽ എന്താ? എനിക്ക് വേണ്ട എന്ന് പറഞ്ഞല്ലോ. ഞാൻ കൃഷ്ണൻകുട്ടി ജാഗ്രത കഴിച്ചോളാം. എന്താ മോനട്ടത്? ഇങ്ങനെ വാശി കാണിക്കേണ്ട കാര്യമുണ്ടോ? വന്ന് ഞാൻ എടുത്ത് പിന്നെ രാവിലെ എഴുന്നിട്ട് ഞാൻ ഈ സാധനം മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. പിന്നെ ആർക്കറിയാന്നൂടെ പറ. വാ, വന്ന് കഴിച്ചിട്ട് പോ. വേണ്ട എന്ന് കെ മോഹനകൃഷ്ണൻ സാർ പറഞ്ഞാൽ വേണ്ട. ഉറപ്പാണ്?
ശരി, എങ്കിൽ പിന്നെ കൃഷ്ണപുരയുടെ ചായക്കടയിൽ ഇന്ന് മാത്രമല്ല എന്നും കഴിക്കേണ്ടി വരും. നാളെ മുതൽ ഞാൻ ഒന്നും ഉണ്ടാക്കില്ല. നിന്നെ കണ്ടോണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഒരാളുടെയും സഹായമില്ല ജീവിക്കാൻ കെ മോഹൻ അറിയാം. ഇറങ്ങി. അല്ല, ഞാൻ പറഞ്ഞു ഭക്ഷണം എടുത്തു കൊടുക്കാന്ന്. അപ്പൊ മോഹനേട്ടന് വേണ്ട. അത് വാശിയല്ലേ ഉത്തമ, അല്ലേ? അങ്ങനെ വലിയ അവസരം വാശി കാണിക്കാൻ അറിയാമെങ്കിലേ അതിന്റെ ഇരട്ടി വാശി കാണിക്കാൻ എനിക്കും അറിയാം. ഓനർ സാർ ഇനി സ്ഥിരമായിട്ട് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ തന്നെ ഭക്ഷണം കഴിക്കേണ്ടി വരും. ഉത്തമ നോക്കും. നിങ്ങൾ രണ്ടുപേരും എനിക്കറിഞ്ഞൂടെ, രാവിലെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പിണങ്ങും, വൈകുന്നേരം ആകുമ്പോ നിങ്ങൾ രണ്ടുപേരും ഒന്നാവും. ഇത് എത്രയോ തവണ ഞാൻ കണ്ടതാണ്. ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. ഈ പ്രശ്നം അത്ര പെട്ടെന്ന് തീരുന്ന ആരും കരുതണ്ട. ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ? നമുക്ക് കാണാമല്ലോ. അപ്പൊ ഞാൻ വൈകിട്ട് വരാൻ വെക്കില്ലേ? വൈകിട്ടാകുമ്പോ അറിയാമല്ലോ വഴക്ക് ഏതുവരെ എത്തിയെന്ന്. ശരി എന്നാ. ഇത്തവണ ഞാൻ വിട്ടുകൊടുക്കുന്ന ആരും കരുതണ്ട. അതിലൊരു സംശയവും വേണ്ട. ആ ശരി ശരി, ഒരു 10:30 ആകുമ്പോ എത്തണം. പിന്നെ നിങ്ങളെ കണ്ട് സംസാരിച്ചിട്ട് സത്യഭാമയ്ക്ക് കോടതിയിൽ പോകാനുള്ളതാ. ആ ശരി. അതെ സോമന, നാളെ സാക്ഷി വിസ്താരം തുടങ്ങുകയാണെന്ന് അറിഞ്ഞപ്പോഴേ പതുക്കെ വലിയാനുള്ള പരിപാടിയാ. സമയമില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ സോമനെ സാക്ഷി പട്ടികയെ ചേർക്കണ്ടെന്ന്. അപ്പൊ ഭാമയ്ക്ക് സത്യപാലനുമായിരുന്നു നിർബന്ധം. ഇപ്പൊ എന്തായി? സത്യഭാമ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. വീരാനിക്ക് ഇപ്പൊ വരും. അങ്ങേർക്ക് 10 മണിക്ക് തിരിച്ചു പോകണമെന്നാ പറഞ്ഞത്. ഞാൻ രാവിലെ വിളിച്ചപ്പോഴും പറഞ്ഞത് ഭാമ നേരത്തെ എത്തുന്ന. പിന്നെന്താണോ താമസം? നമസ്കാരം സർ. ആ വിജയൻ ചേട്ടൻ ഇന്നലെ വരാന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോഴാണോ വരുന്നത്? വൈകിട്ട് വരണമെന്ന് കരുതിയതാ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാനിങ്ങോട്ട് പോരാനിറങ്ങിയപ്പോ അച്ഛനൊരു തലയിറക്കം. പിന്നെ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. തിരിച്ചു വന്നപ്പോ രാത്രിയായി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങള് സത്യഭാമയെ നോക്കിയിരിക്കുകയായിരുന്നു. വീരാനിക്ക് 10 മണിക്ക് വരും. സോമനോട് 10:30 വരാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇറങ്ങണമെന്ന് കരുതുക സത്യപാല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ പെണ്ണുങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഞാനിനി എന്താ വക്കീല ചെയ്യണ്ടേ? ഇന്ന് 11:30 ആവുമ്പോ അളിയന്റെ കേസ് വിളിക്കുമോ? ആളെവിടെ? കൃത്യം 10:30 ആകുമ്പോ ഞാൻ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അളിയനെ ഞാൻ കൊണ്ടുവന്നോ. ജാമ്യക്കാരോ? ഒരാൾ ഞാൻ തന്നെയാ, മറ്റേയാൾ 10:30 ആകുമ്പോ വരും. അവരുടെ കയ്യില് കരം തീർത്ത രസീത് ഉണ്ടാവുമല്ലോ അല്ലേ? എന്താ? കരം തീർത്ത രസീത് കഴിഞ്ഞ വർഷത്തതാ. ഈ വർഷത്തെ കരം തീർത്തിട്ടില്ല. കൊള്ളാം. കരം തീർത്ത രസീതില്ലാതെ ജാമ്യക്കാരൻ ചെന്നാല് ജാമ്യം കിട്ടൂ? അളിയനെ അകത്തായി പോവും. പിന്നെ അളിയനും കൂടെ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമയം കിട്ടിയില്ല വക്കീലേ. ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ വിലാപിസ് എന്നിട്ടുണ്ടെ കരം തീർക്കാലോ. രസീത് വാങ്ങി വീട്ടിൽ ചെന്ന് അളിയനെയും വിളിച്ച് ഒരു 11 മണിയാകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ആ എന്താണ്? വക്കീലൊന്ന് സാറിനെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. കരം തീർക്കാൻ ഒരാളുടെ ശുപാർശയുടെ ആവശ്യമൊന്നുമില്ല. കരം തീർക്കാനുള്ള കാശുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി വെച്ചിട്ട് അവർ രസീത് തരും. അത് നിയമമല്ലേ? നിയമം. ഇനി വില്ലേജ് ഓഫീസർ ഉടക്കിട്ടിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറെ പ്രതിയാക്കിയിട്ട് നമുക്കൊരു കേസ് അങ്ങ് ഫയൽ ചെയ്യാം. ഞാൻ വാദിച്ചോളാം. ശരി. ആ വിജയൻ ചേട്ടാ, ഒരു മിനിറ്റ്. ഞാനൊരു കത്ത് തന്നുവിടാം. അതൊന്ന് മോഹനേട്ടനെ കൊടുക്കേ. ആ പിന്നൊരു കാര്യം, കരം തീർത്ത രസീത് വാങ്ങിച്ചതിന് ശേഷമേ കത്ത് കൊടുക്കാവുള്ളൂ. അതെന്താ? ഇല്ലെങ്കിൽ വിജയൻ ചേട്ടൻ്റെ അളിയിലാകത്താവും. നമസ്കാരം സാർ. നമസ്കാരം. കരം തീർത്ത രസീത് വാങ്ങാൻ വന്നതാ. കഴിഞ്ഞ തവണത്തെ രസീത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. ഒരു 10 മിനിറ്റ് നിൽക്കും, ഇപ്പൊ തരാം. വില്ലേജ് ഓഫീസറല്ലേ? ഉണ്ട്. ഒന്ന് കാണണമായിരുന്നു. ഈ എഴുത്ത് സാറിന് കൊടുക്കാനുള്ളതാ. എഴുത്തോ? ആ വക്കീല് തന്നുവിട്ടതാ.
ചെന്നോളൂ, സാറുണ്ട്. അതെന്താ കാഞ്ചന സാറേ, വക്കീല് സാറിന് എഴുത്തെഴുതി കൊടുത്തു വിട്ടിരിക്കുന്നു. പ്രേമലേഖനായിരിക്കും. മോഹനേഷ സാറിന് പ്രേമലേഖനോ? നല്ല രസമായിരിക്കും. ആ എഴുത്തില് എന്ത് എഴുതിയിരിക്കുന്നെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. എന്താ? ഈ കത്തുമായി വരുന്ന ആൾ വളരെ വേണ്ടപ്പെട്ട ആളാണെന്നും ഇയാളുടെ കരം തീർത്ത രസീത് എത്രയും പെട്ടെന്ന് കൊടുത്തേക്കണമെന്നായിരിക്കും. ഏയ്, അതൊന്നും ആയിരിക്കില്ല. ശുപാർശ കത്ത് കൊടുത്തു വിടുന്നത് വക്കീലാണെങ്കിലും സാറ് സമ്മതിക്കില്ല. ഇത് വേറെന്തോ ആണ്. പ്രിയപ്പെട്ട മോഹനേട്ടാ, രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയെന്ന് വയറുനിറെ കഴിച്ചു കാണുമല്ലോ. ഉച്ചയൂണ് എവിടുന്നാണ്? എവിടെ നിന്നായാലും വേണ്ടില്ല, ഊണിന്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത്. പിന്നെ വൈകിട്ട് വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ പൊതി കെട്ടി വാങ്ങിച്ചോളണം. ഞാനെല്ലാം ക്ഷമിച്ചുണ്ടാക്കി തരും എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് വെറുതെയാണ്. വൈകിട്ട് ഞാൻ വരുമ്പോ സുലൈമാനക്കാട് ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങിക്കൊണ്ടേ വരുള്ളൂ. ഞാനത് കഴിക്കുന്നത് നോക്കിയിരുന്ന് വെള്ളം ഇറക്കി എനിക്ക് വല്ല അസുഖവും വരുത്തരുത്. സസന്തോഷം, സത്യഭാമ. എന്താ വിജയന കേസ്? അളിയൊരു തമ്മിൽത്തലിന്റെ കേസുണ്ടായിരുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കി ജാമ്യം എടുക്കണം. ഈ എഴുതികേട് കൊണ്ടുവരാനാണോ വന്നത്? അല്ല സർ, ജാമ്യത്തിന് കരമടച്ച രസീത് വേണം. അത് വാങ്ങാൻ വേണ്ടി വന്നതാ. അപ്പൊ വക്കീൽ പറഞ്ഞു ഇത് സാറിന് കൈ തരാൻ. ഞാൻ പൊയ്ക്കോട്ടെ സർ. കരം തീർത്ത രസീത് കിട്ടിയോ? ഇല്ല, ഇപ്പൊ തരാമെന്ന് പറഞ്ഞു. രസീത് വാങ്ങിച്ചോ? അപ്പോഴേക്കും ഞാൻ ഇതിനൊരു മറുപടി തരും. അത് വക്കീൽ ഓഫീസ് കൊണ്ടു കൊടുക്കണം. ഇപ്പൊ തന്നെ ജാമ്യക്കാരുമായി വക്കീൽ ഓഫീസിൽ എത്തേണ്ടതാ. അങ്ങനെ പറയാൻ ശരിയാവില്ലല്ലോ. ഇത് വാങ്ങിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാമെങ്കിൽ ഞാൻ എഴുതി തരുന്ന അവിടെ കൊണ്ട് കൊടുക്കണം. സാറേ, ഞാൻ ഒന്നും പറയണ്ട, കൊടുത്തേ പറ്റൂ. ഓ ശരി സാർ, കൊടുക്കാം. എന്താ സത്യഭാമേ ഇത്ര പെട്ടെന്ന് പോന്നോ? എന്തു പറ്റി? ഓ, സകല കേസ് മാറ്റിവെച്ചു. മജിസ്ട്രേറ്റിന് നല്ല സുഖമില്ലായിരുന്നു. ഒരു അരമണിക്കൂർ നേരം അവിടെ ഇരുന്നപ്പോഴേക്കും അങ്ങേർക്ക് ഭയങ്കര അസ്വസ്ഥത. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. അപ്പോ കേസെല്ലാം മാറ്റിവെച്ചു? ഒരു കണക്കിനത് നന്നായി. കേശവൻ ചേട്ടനോടും ആന്റപ്പനോടും ഉച്ചയ്ക്ക് പിന്നെ എന്തായാലും കൊണ്ട് വരാൻ പറ. നമുക്ക് നാളത്തെ വിസ്താരത്തിന്റെ കാര്യം നോക്കാം. എന്തായി വിജയൻ ചേട്ടാ? കരം തീർത്ത രസീത് കിട്ടിയോ? കിട്ടി വയ്ക്കില്ലേ? അതെ, കേസ് ഇന്നില്ല, മാറ്റിവെച്ചു. പുതിയ തീയതി എന്നാ നോക്കിയിട്ട് പറയാം. അളിയനോട് അന്ന് വരാൻ പറഞ്ഞാ മതി. ശരി വിജയൻ ചേട്ടാ, ഒരു മിനിറ്റ്. എഴുത്തു കൊടുത്തില്ലേ? എന്ത് പറഞ്ഞു? വക്കീല് തരാൻ വേറൊരു എഴുത്ത് സാർ എഴുതി തന്നു. ഇതെന്താ സത്യഭാമേ, കല്യാണം കഴിഞ്ഞിട്ട് നാളെ കുറയായല്ലോ. നിങ്ങളിപ്പോഴും എഴുത്തെഴുതി കളിക്കുകയാണോ? വക്കീലെ, നിന്റെ നാക്കറം പറ്റുന്നതാണ് എന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. ഇന്നും അത് സംഭവിച്ചു. ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട ചെന്നപ്പോ അവിടെ കഴിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഉണ്ടാകും? നിന്റെ പ്രാക്കല്ലേ. പക്ഷെ ഈ പ്രാക്കലൊന്നും തോറ്റുപോകുന്ന ആളല്ല കെ മോഹനേഷൻ. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല എന്നോർത്ത് ആരും ചത്തുപോകുന്നില്ലല്ലോ. ഈ കളിയില് ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്താ മാമേ? അല്ല, വിജയൻ ചേട്ടൻ എങ്ങോട്ടാ? ഇനിയിപ്പോ വീട്ടിൽ പോയി അളിയനെ വിളിച്ചോണ്ട് വരണ്ടല്ലോ. എനിക്ക് വേറെ ഒന്ന് രണ്ട് കൂട്ടം പരിപാടിയുണ്ട്. അല്ല, വിജയൻ ചേട്ടൻ ഒന്നുകൂടെ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോവാമോ? എന്താ വക്കീലേ? ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം.
എന്താ ഭാമേ, എന്തോ കാര്യമുണ്ടല്ലോ. ഏയ് ഒന്നുമില്ല. സാർ, എന്താ ഏട്ടാ, കരന്തീർത്ത രസീത് തന്നല്ലോ. അല്ല, ഞാൻ സാറിന് ഒന്നുകൂടെ കാണാൻ വന്നതാ. സാറല്ലേ അത്? എന്താ ഏട്ടാ, വീണ്ടും എഴുത്താണോ? ഏയ് അല്ല. സാറുണ്ട്, ചെല്ല്. ഓ, സാർ. എന്താ എഴുത്ത് വാങ്ങിയില്ലേ? വാങ്ങി. വേറൊരു എഴുത്ത് തന്നു വിട്ടിട്ടുണ്ട് സാർ. എനിക്ക് വേണ്ട. സാറിന് ഈ എഴുത്ത് തരികയും വേണം. സാറിത് വായിച്ച് തീരുന്നത് വരെ ഞാനിവിടെ നിൽക്കുകയും വേണമെന്നാ വക്കീൽ പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്റെ കേസ് വാദിക്കൂലെന്നാ വക്കീൽ പറഞ്ഞിരിക്കുന്നത്. എന്നെ ഉപദ്രവിക്കരുത് സാർ. മോനേട്ടാ, കൃഷ്ണൻകുട്ടിയുടെ ചായക്കട തുറന്നില്ലെന്ന് കരുതി പട്ടിണി ഇരിക്കുന്ന എന്തിനാ? വേറെ എത്ര ചായക്കട ഉണ്ട്? ഇത് കുറച്ച് അന്യായി പോയി മോനേട്ടാ. ഞാൻ കൊടുത്തുവിട്ട് ഉച്ചയൂണ് വിജയൻ ചേട്ടനെ കൊടുത്തുവിടുന്നു. ഞാൻ രാവിലെ വയറു നിറയെ കഴിച്ചോണ്ട് എനിക്ക് വിശപ്പില്ല. ഇപ്പൊ 11:30 രാവിലത്തേതും ഉച്ചക്കത്തേതും കൂട്ടി ഇപ്പൊ തന്നെ ഊണ് കഴിച്ചു. ഇക്കാര്യത്തിൽ വാശി കാണിക്കരുത്, എനിക്ക് സങ്കടാവും. സാർ, ഇതിവിടെ തരാൻ പറഞ്ഞു. ഞാൻ പൊയ്ക്കോട്ടെ സാർ. വിജയനിപ്പോ എങ്ങോട്ടാ? വീട്ടിലേക്ക്. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. വേറെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും ഉണ്ടോ? പിന്നല്ലാതെ. ഇതുമായിട്ട് ഇങ്ങോട്ട് പോയി വിജയൻ ഓർക്കണമായിരുന്നു. ഒരു 10 മിനിറ്റ് നിൽക്ക്. സത്യഭാമേ, എന്താ വലിയ ആലോചന? ഏയ് ഒന്നുമില്ല. അങ്ങനെ വെറുതെ ഇല്ലെന്ന് പറഞ്ഞ പോരല്ലോ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. വിജയൻ ചേട്ടൻ ആദ്യം പോകുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വിജയൻ ചേട്ടൻ ആ എഴുത്ത് കൊണ്ടുവന്നതോടെ ഭാമയുടെ സ്വഭാവം മാറി. പിന്നതേ ചോറ്റുപാത്രം കൊണ്ടുവന്നു. എന്താ കാര്യം? രാവിലെ ഞാനും മോഹനേട്ടൻ തമ്മിൽ വഴക്കുണ്ടായി. ആഹാ, അതൊരു പുതിയ കാര്യമല്ലല്ലോ. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാതിരുന്നാൽ അതല്ലേ വാർത്ത. അതല്ല സത്യപാല, സാധാരണ വഴക്ക് ഉച്ചുമ വർത്താനല്ലേ. ഇന്നത്തെ വഴക്കിന്റെ പേരിൽ മോഹനേട്ടൻ രാവിലെ ഭക്ഷണം കഴിക്കാതെ പോയത്. ഇതിനാണോ ഇത്ര വലിയ വിഷമം? നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഹോട്ടലുണ്ട്. മോഹനകൃഷ്ണ സാറിന്റെ കയ്യിൽ ആവശ്യത്തിന് കാശുമുണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിച്ചോളൂ. അങ്ങനെ എല്ലാ ഹോട്ടലൊന്നും മോഹനേട്ടൻ കയറില്ല. കൃഷ്ണൻകുട്ടിയുടെ ചായക്കട എന്നല്ലാതെ വേറെ ഒരിടത്തൊന്നും മോഹനേട്ടൻ ഒന്നും കഴിക്കില്ല. അതുകൊണ്ടാ ഞാൻ എന്റെ ചോറ് കൊടുത്തുവിട്ടെ. എനിക്കാവുമ്പോ ഇന്ന ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്നൊന്നുമില്ലല്ലോ. എവിടുന്നും എനിക്ക് കഴിക്കാമല്ലോ. വിജയ് ചേട്ടൻ പിന്നെ വന്നോ? എന്തു പറ്റി? സാറ് പിന്നെ ഒരു എഴുത്തെഴുതി തന്നു വിട്ടു വക്കീലേ. എവിടെ? ആമേ, നീ കൊടുത്തുവിട്ട ചോറ് കിട്ടി. ഞാനത് ഉച്ചയ്ക്ക് കഴിച്ചോളാം. ഇപ്പൊ കഴിച്ചാ ഇവിടെ ഉള്ളവർക്കൊക്കെ സംശയം തോന്നും. എനിക്കിപ്പോ വിശക്കുന്നില്ല. രാവിലെ കഴിച്ചു നേരിട്ട് നീ ഉച്ചയ്ക്കൊന്നും കഴിക്കാതിരിക്കണ്ട. സുലൈമാനിക്കാരുടെ ഹോട്ടലിലെ ബിരിയാണി നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ.
വിജയനോട് ബിരിയാണി വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൈസയും കൊടുത്തു. എന്തായാലും ഒരു ബിരിയാണിക്ക് 100 രൂപ എന്ന് പറയുന്നത് കൂടുതൽ തന്നെയാണ്. വില കുറയ്ക്കാൻ ഞാൻ സുലൈമാനിക്കോട് പറഞ്ഞിട്ടുണ്ട്. മോഹനകൃഷ്ണൻ, ഇത് സുലൈമാനിക്കര കടയിൽ നിന്ന് വക്കീലിന് വാങ്ങിയ ബിരിയാണിയാ. വക്കീലെ, ദൈവത്തെ ഓർത്ത് ഇനി എഴുത്തെഴുതരുത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് പറയുക, അല്ലെങ്കിൽ ഫോണിലിരിക്കില്ലേ. പോയിട്ട് അത്യാവശ്യമുള്ളതുണ്ടാ. ശരി, വിജയ് ചേട്ടൻ പൊയ്ക്കോ. ശരി. കോൾ അടിച്ചല്ലോ സത്യഭാമേ. മോഹനകൃഷ്ണ സാറ് ബിരിയാണി വാങ്ങി തരിക എന്ന് പറഞ്ഞാ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക എന്നല്ലേ? എന്തായാലും ബിരിയാണി കിട്ടിയതല്ലേ, നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. സുലൈമാനിക്കയുടെ കടയിൽ ബിരിയാണി കഴിച്ചിട്ട് ഒത്തിരി ദിവസം. അതെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറെ ബിരിയാണി വാങ്ങിത്തരാം. ഇതിന്നൊരു നുള്ളു പോലും ഞാൻ തരില്ല. ഇതൊരു പ്രത്യേക ബിരിയാണിയാ. ചായ. ഇന്നെന്താ നേരത്തെ ഞാൻ ഉണ്ടാക്കിയത്? മോഹനയുടെ ഉച്ചയ്ക്ക് പിന്നെ ഊണ് കഴിച്ചല്ലേ, അതോ ഇനിയൊന്നും കഴിച്ചില്ലല്ലോ. എന്നാര് പറഞ്ഞു? ഞാൻ കൃഷ്ണങ്കരുടെ ചായക്കടയിൽ നിന്ന് ചായയും കഴിച്ചു, ഭക്ഷണവും കഴിച്ചു. നീ അല്ലേ പറഞ്ഞു ഇനി മുതലൂടെ ഒന്നും ഉണ്ടാക്കില്ലെന്ന്? ഞാനത് പറയാനുള്ള കാരണം എന്തായിരുന്നു? രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് കഴിക്കാനുണ്ടാക്കി എന്നോട് ഓരോ മുടന്ന ന്യായം പറഞ്ഞു പോയ മഹാനോട് ഞാൻ പിന്നെ എന്തായിരുന്നു പറയേണ്ടത്? ഏതായാലും പറഞ്ഞ അതോടെ ഞാൻ കൃഷ്ണങ്കരുടെ ചായക്കടന്ന് കഴിച്ചു. അതെ, ഇങ്ങനെ മസിൽ ഒടിച്ചിട്ട് കാര്യമൊന്നുമില്ല. മോഹനേട്ടൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടന്ന് ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. രാവിലെ ഒരു വഴക്കുണ്ടായി, തുടങ്ങി വെച്ച് ഞാനല്ലേ, മോഹനേട്ടനാണേ. പക്ഷെ ഞാനും കൂടെ കൂടിയെന്നുള്ള കാര്യം സത്യമാ. ആ വഴക്കിന്റെ ബലത്തിൽ ഇപ്പോഴും മസിൽ ഒടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മോഹനേട്ടന്റെ മനസ്സിലെ വഴക്ക് തീർന്നോന്ന് ആ ബിരിയാണി കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായല്ലോ. അത് നീ ചോറ് കൊടുത്തിട്ടുണ്ടോ ഞാൻ ബിരിയാണി കൊടുത്തിട്ടത്? മനസ്സിലായി. അതെ, ഈ പ്രശ്നം ഇവിടെ തീർന്നു. എന്തായാലും നാളെ നമ്മൾ വഴക്കുണ്ടാക്കും. പക്ഷേ ഇനി നമുക്ക് ഈ ഭക്ഷണം കഴിക്കാത്ത വഴക്ക് വേണ്ട, അത് ശരിയാവൂല. ഒരു സമരം ചെയ്യുമ്പോ ഏറ്റവും നല്ലത് നിരാഹാര സമരമാണ്. നിരാഹാര സമരം നടത്തിയല്ലേ ഗാന്ധിജി ഇത്രയും വലിയ ആളായത്. അത് ഗാന്ധിജി, ഇത് മോഹനേട്ടൻ. അതുകൊണ്ട് അമ്മാതിരി സമരം വേണ്ട. 3 നേരവും വയറ് നിറച്ച് വല്ലതും കഴിച്ചിട്ടുള്ള ആ വഴക്ക് മതി. അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ ഒരു ആരോഗ്യം വേണ്ടേ?